എൻ്റെ പൊന്നോ. ഇന്ത്യ ഇട്ടത് പോവാതിരിക്കാൻ വന്നു. അപ്പോൾ ഇന്ത്യ കാണുമ്പോൾ പോകണ്ട. എനിക്കെന്തോ ഒരു പേടി പോലെ. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ മനക്കയം വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് സ്വാഗതം പറയുന്നത്. ഞാനിപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഇതെവിടെയാണെന്ന സ്ഥലം എനിക്കറിയില്ല. കല്ലറ പോകുന്ന റൂട്ടാണ്. ഇന്നെനിക്ക് രാവിലെ ബാങ്കിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് അങ്ങോട്ട് വരെ പോകാമെന്ന് വിചാരിച്ചു. ഞാനൊരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് വേണ്ടായി. ഇതിന് മുമ്പേ എന്നെ യാതൊരു വീടിൻ്റെ ഫ്രണ്ട് വഴി കൂടെയാണ് ഈ ഗൂഗിൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഏതോ ഒരു വഴി കൂടെ പോകുന്നു. 27 കിലോമീറ്റർ. റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇതെന്താ ചെല്ലച്ചി പാലം. എന്ത് ഭംഗിയാണ്. ഫ്ലെക്സ് കാണാൻ കീറിപ്പോയാട്ടോ. കാറ്റടിച്ച് കീറിപ്പോയാണെന്ന് അറിയില്ല. 55 രൂപ ടിക്കറ്റ് ആയിട്ടുണ്ട്. 2 വീലർ പാർക്കിങ്ങിൻ്റെതും എല്ലാം കൂടെ ചേർത്ത്. ഇവിടെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം അവരിത് ഒന്ന് തുറന്നു തരും. ഇന്ന് നല്ല മഴ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് ടിക്കറ്റ് എടുത്ത് നേരെ ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടെ ഈ സ്ഥലത്തെത്തും. അവിടെ നമ്മുടെ ടിക്കറ്റ് കാണിച്ച് അവർ എഴുതിയിട്ട് പാർക്ക് ചെയ്യാൻ പറയും. നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. കുറച്ചേ ഉള്ളൂ തോന്നുന്നു. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴയുണ്ട്. ഞാൻ ഈ റെയിൻകോട്ട് ഇട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കണം. റെയിൻകോട്ട് ഇട്ട് പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ് കൈ പിടിച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ റെയിൻകോട്ടിന് പൊക്കി എടുക്കുമ്പോഴേക്കും ഫോണൊക്കെ നനയും. അങ്ങനത്തെ ഒരു ചെറിയ പേടിയുണ്ട്. ഇനി പോയാലോ എന്നിങ്ങനെ ആലോചിക്കും. ആൾക്കാരൊക്കെ അവിടെ നിന്നൊക്കെ നടന്ന് വരുന്നുണ്ട്. ചെറുതായിട്ട് കാണാം. പിന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, കുളിക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റൂ. നല്ല വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. ഇതുവഴി മേളിലോട്ട് എന്താണെന്ന് അറിയത്തില്ല. മേളിലോട്ട് ചോദിച്ചു നോക്കണം അങ്ങോട്ട് കയറി പോകാൻ. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പോവാണ്. ഇവിടെ നിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ നടന്ന് കയറി പോവുകയാണ്. മഴയായതുകൊണ്ട് അധികം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഴയായതുകൊണ്ട് എനിക്ക് അധികം നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല. എനിക്ക് നേരെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. കയറി പോകാനും ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് കുറേ കയറി പോകണം എന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാർ റെയിൻകോട്ട് എടുത്തുകൊണ്ട് വരാതെ നനഞ്ഞു പോകുന്നൊക്കെയാണ് തിരിച്ചു വരുന്നത്. എൻ്റെ പൊന്നോ, ഭയങ്കര വെള്ളത്തിനാണ്. ഫോണും എല്ലാം പറ്റുമെന്നാണ് എനിക്ക് പേടി. നനയുന്നുണ്ട്. നല്ല മഴയുണ്ട്. അങ്ങോട്ട് മേളിലോട്ട് കയറി പോണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര വെള്ളമാണ്. ഇത്രയും ദൂരം വന്നിട്ട് മേളിലോട്ട് കയറി പോകാൻ പറ്റാതെ എന്ത് ബുദ്ധിമുട്ടാന്ന് നോക്കി. എനിക്ക് തോന്നില്ല മേളിൽ പ്രശ്നമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം അവർക്ക് കയറി വരാനുള്ള മടി കാരണമാണ് അവരിപ്പം കയറി പോകണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഫോൺ ഓഫ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര മഴ. എൻ്റെ ഫോൺ നനയുന്നത്. ഇത്രയും ദൂരം വന്നിട്ട് മുഴുവൻ കാണാൻ പറ്റില്ല. പക്ഷെ കണ്ടത് വർത്താണ്. ഭയങ്കര നല്ല കട്ടമായിരുന്നു. എന്താ പറയുക, ഇതിന് നല്ല പവർ ഉണ്ടായിരുന്നു.
മറ്റേ മലവെള്ള പശുല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അതായിരുന്നു. നല്ല കുത്തി ഒഴുകാറായിരുന്നു. അതുകൊണ്ട് ഞാൻ നടന്ന് തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു. കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ കയറ്റം കയറി കുറച്ചങ്ങ് അവിടെ എത്തുമ്പോഴേക്കും എത്തും. അവിടെ എന്താണ് വെള്ളത്തിൻ്റെ ഇത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും, ആ സൗണ്ട്. പിന്നെ ആ വെള്ളം ഒഴുകി വരുന്നതിന് അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അങ്ങോട്ട് പോകണം. ഇനി ഫോൺ അധികം എടുക്കാൻ പേടി, കാരണം ഇനി നനഞ്ഞിനി കംപ്ലൈൻ്റ് ആയാലോ അറിയത്തില്ല. ഇപ്പം നിൽക്കുന്നത് ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഇപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന് ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് മേളിലോട്ട് എവിടെ പോകാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് അതിന് തൊട്ട് ഫ്രണ്ടിൽ പുഴയാണെന്ന് തോന്നുന്നു. ഈ വെള്ളമായിരിക്കും മിക്കതും താഴെ വെള്ളച്ചാട്ടത്തിൽ വരുന്നത് എന്നറിയത്തില്ല. ഇനി അകത്തോട്ട് കയറണം. ഇപ്പം ഇനി എഴുത്തും ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഈ ഇന്ത്യ ഇട്ടത് പോവാതിരിക്കാൻ ആണ്. അപ്പോൾ ഇന്ത്യ കാണുമ്പോൾ പോകണ്ട. ഈ റബ്ബർ മുറിയ റോഡുകൾ ആവശ്യം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബംഗ്ലാവ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഓക്കെ. ഒന്ന് ഒറ്റയ്ക്ക് വന്ന് ആരുമില്ലേ? കൂട്ടുകാരനും ഇല്ലേ? കൂട്ടുകാരനും ഇല്ലേ? ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാടൻ വാട്ടർ ഫാൾസ് കേട്ടോ. ശ്രദ്ധിച്ചുണ്ടോ? ഇതാ ഇങ്ങനെ കയറി വരുന്നത്. ഇവിടെ ഹെലിപ്പാഡ് ഗ്രൗണ്ടും വാട്ടർഫാളും, ഇവിടെ വ്യൂ പോയിന്റിൽ നിന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പോകണ്ടെന്നേ പറയുള്ളൂ. ഹെലിപ്പാഡും അവിടെ ഒരു വാട്ടർഫാളും ഉണ്ട്. വെള്ളത്തിൽ ചാടണ്ട, നല്ല ഇച്ചിരി കല്ല് വിടുമ്പോൾ അതുകൊണ്ട് പക്ഷെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അല്പം കൂടെ കുറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, പൈസ എന്താ? ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട്, മേളിലോട്ട് നടക്കാനുണ്ട്. വഴിയൊക്കെ മാപ്പായിട്ടൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. ഇത് എസ്റ്റേറ്റാണ്, പഴയതാണ്. 1883 ആ ടൈമിലൊക്കെ ചെയ്തതാണിത്. ഇപ്പോൾ പ്രവർത്തനമില്ല, ഇത് ഗവൺമെൻറ്റിൻ്റെതാണ്. ബ്രൈമൂർ GM ബംഗ്ലാവ് എന്ന് പറയുന്ന ബംഗ്ലാവിലോട്ട് പോണ വഴിയുണ്ട്. ഫുള്ള് കോടയും മഞ്ഞൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. പോകുന്ന വഴിയിൽ അപ്പുറത്തും ഉണ്ടായിരുന്നു, പക്ഷെ അത് സമയത്ത് മഴയായതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. ഇപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ഇതുവഴിയും കയറി പോകാം, പക്ഷെ പറ്റത്തില്ല. ഇനി വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് ഇതുവഴി നടന്നു പോവാം. പെർമിഷൻ ഉള്ളതുകൊണ്ട് കയറി പോകാൻ തോന്നുന്നു ധൈര്യമായിട്ട്. നടന്നേ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ മേളിൽ ആളുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. പിന്നെ പോയി നോക്കാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്, പക്ഷേ കോടയൊക്കെ ആയതുകൊണ്ട് ഇത് കിടക്കുക. ഇവിടെ നടന്ന് കയറി പോകണം. ഇപ്പം മഴ പെയ്യാത്തത് കൊണ്ട് കൊള്ളാം. വണ്ടിയൊന്നും ആൾക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവിടെ വണ്ടി കണ്ടേനെ. എനിക്ക് നടന്ന് കയറുക. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ എനിക്ക് വിശക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കഴിക്കണം. ഇതാണ് ബംഗ്ലാവ്. എനിക്ക് മറ്റേ ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള എഴുതുന്നില്ല മാമ. ഞാൻ പറഞ്ഞ ആനയൊക്കെ ഉണ്ട്. ഇപ്പം ഒറ്റയ്ക്കൊന്നും ഒരുപാട് ഉള്ളിലോട്ടൊന്നും കയറി പോകരുത്, നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ആ ഒരു ടൈമിൽ കുറച്ച് ദിവസമാണ് വീഡിയോ എടുത്തത്. അതിന് അയ്യോ ഊട്ടിയൊക്കെ ആണോ? ഇപ്പം കയറാൻ പറ്റത്തില്ലേ? ഊട്ടിയൊക്കെ ആണല്ലോ. കയറി നോക്കാം. ചാടട്ടാ, പട്ടിയൊന്നുമില്ലല്ലോ.
എന്ത് ചെയ്യട്ടെ, എനിക്ക് ഐഡിയ ഇല്ല. ഇത്രയും കയറി വന്നിട്ടല്ലെങ്കിൽ പറഞ്ഞൊന്നുമില്ലല്ലോ പൂട്ടിയൊക്കെയാണ് കയറി പോകാമെന്നൊക്കെ. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇനി വലിയ കാരണമൊന്നുമില്ല. സൈഡ് 2 സൈഡും കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് കയറാനൊന്നും പറ്റത്തില്ല. 1880 AD. ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ കാണാൻ രാത്രി കാണാൻ വന്നു കഴിഞ്ഞാൽ വൻ ഇതാണ്. പക്ഷെ ഇവിടെ താമസമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴില്ല, നമ്മുടെ കറണ്ടിൻ്റെ കൊണ്ട് കൂട്ടിട്ടേക്കണം. ഇതാണ് ബംഗ്ലാവിൻ്റെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്താണെന്ന് തോന്നണം. ആ ഡിഷിൻ്റെ ഇതൊക്കെ യൂസ് കാണാമെന്തോ. അതുവഴിയാണെന്ന് തോന്നണം നടന്നു വരുന്നത്. ഈ വഴിയാണെന്ന് തോന്നണം അവിടെ അടച്ചേക്കുന്നത്. കുറച്ചുകൂടെ അപ്പുറത്ത് പോയിട്ട് ഇവിടുന്ന് ഇറങ്ങാം. അയ്യോ, AC ഒക്കെ മനസ്സിലാക്കുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെതാ അങ്ങോട്ട് പോകണമെന്നുണ്ട്. എൻ്റെ ബൈക്കിൽ പെട്രോൾ കുറവാണ്. ഒരു കട്ടയേ ഉള്ളൂ. അത് എപ്പോൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങും. കാരണം ഇവിടെ അങ്ങ് അടുത്തൊന്നും ഒരു പമ്പ് അങ്ങനെ ഒന്നുമില്ല. വ്യൂ നോക്കിയേ. ഇത് പഴയ കെട്ടിടമാണോ ഇടിഞ്ഞ്? ശരിക്കും ഇതൊക്കെ ഇത്രയും ഇടിയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ. ഇതിൽ വയറൊക്കെ കിടക്കുന്നത് കണ്ണുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടെ. അതിനകത്തോട്ട് ക്യാമറ വെച്ച് നോക്കാനൊരു പേടി. എന്തോന്നത്? ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ മലയാളികളുടെ അപരാധങ്ങൾ. ഇത് എന്തൊക്കെ പേരാണ്? വിമൽ TV. ഇതാണല്ലേ. തിരിച്ചിറങ്ങാം അവിടെ നിന്ന്. ഞാൻ ചാടിക്കോട്ടെ. അവിടെ നിന്ന് ഇറങ്ങി. അതാണ്ട് ഇത് ഇവിടെ നിന്ന മരമാണെന്ന് തോന്നുന്നു. അതാണ്ട് ഈ കാണുന്നില്ലേ, ഇത് മരത്തിൻ്റെ ഇതാണ്, കുറ്റിയാണ് ഈ മരം. നല്ല പഴക്കമുള്ള മരമാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെയും കൂടെ കണ്ടിട്ട് പോകാൻ പ്ലാൻ. ഇവിടെ ഇനി വേറെ സ്ഥലവും കാണാനുണ്ട്, പക്ഷേ നിൽക്കുന്നില്ല. കാരണം വണ്ടിയിൽ പെട്രോൾ കുറവാണ്. ബംഗ്ലാവ് എന്നൊക്കെ ഞാൻ വിചാരിച്ച വലിയ കൊട്ടാര ടൈപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കണം. ഇതൊന്നുമല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഓക്കെ, വണ്ടിയുടെ അടുത്തോട്ട് പോട്ടെ. ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തി. ഫ്രണ്ട് ഗേറ്റ്. പിന്നെ താഴോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. റിസ്ക്കാണ്,
കുറേ മരങ്ങൾ. ഇതെന്തോ ഗുഹയാ? എന്തോ അത്? ഓ അണ്ടർ പാസോ അങ്ങനെ എന്താ പരിപാടിയാണ്? അതാ എന്തോ ഇത് ബാത്റൂമാണ്. കുളം എന്തിനൊക്കെയാണോ എന്തോ കെട്ടിയിട്ടത്. ഇതെന്തിനാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. എന്തിനാ? കുളമാണോ കിണറോ എന്തോ ഇത്? തിരിച്ചു പോകും. പനി പിടിക്കായിരുന്നു മതി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബൈമൂർ പാസ് എടുത്ത് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബംഗ്ലാവിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഒന്നും കാണാനില്ല. കാരണം എല്ലാം എന്താണ്, ഒന്നുമില്ല ഇവിടെ കാണാൻ. ചുമ്മാ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള പെട്രോളിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ നഷ്ടം. പിന്നെ ഇതിന് താഴോട്ട് പോകുമ്പോൾ ഇനി വാട്ടർഫോൾസ് ഉണ്ട്. അതിന് എന്താണെന്ന് പോയി നോക്കണം. ഓക്കെ, ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അതുകൊണ്ട് അങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ബോർഡ് കാണാൻ പറ്റും. മഠം വാട്ടർഫോൾസ്. അത് നേരെ താഴോട്ട് പോകുമ്പോൾ ഈ ഒരു ഉണ്ടോ ടാറിടാത്ത പോലത്തെ ഒരു റോഡ് ഫുള്ള് ചെളിയൊക്കെയാണ്. കയറി പോവില്ലെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് കയറി പോകാൻ നോക്കണം. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. അത് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇത് കണ്ടോ? അത് വാട്ടർഫോൾ വെള്ളം വീഴുന്നതാണത് മലയിൽ നിന്ന്. ഞാനിപ്പോൾ ഒരു വലിയ റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, വഴി അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കി. വണ്ടി ഞാൻ മേളിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഫുള്ളും മറ്റേ കല്ലും ഇതൊക്കെയാണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് വളച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ വണ്ടി ഒതുക്കി ഇനി മേളിലോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് തന്നെയാണോ വഴിയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. അറിഞ്ഞില്ല വഴി ഉണ്ടോ ഇല്ലേന്ന് പോലും അറിഞ്ഞൂടാ. നടക്കാം. ആരുമില്ല. എത്ര എന്താ താഴെന്ന് ഞാൻ ആ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, 2 വഴി ഉണ്ടായിരുന്നു. അതിന് താഴോട്ടൊരു വഴി മേളോട്ടൊരു വഴി. അപ്പോൾ എന്തോ താഴോട്ടുള്ള വഴി പോയപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ എന്താണ് പോകാൻ പറ്റില്ല. എനിക്ക് പോകാൻ പറ്റില്ല. ഫുള്ള് മണലും വണ്ടി ഇറങ്ങില്ല. പിന്നെ ഞാൻ തിരിച്ച് കറങ്ങിയപ്പോൾ മേളോട്ടുള്ള വഴിയാണ്. അപ്പോൾ മേളോട്ടുള്ള വഴി ഇങ്ങനെ കുറേ ദൂരം കയറി വന്നു. എന്നിട്ടാ ഈ വഴിയാണ് വന്നത്. പിന്നെ അങ്ങോട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങോട്ടിനി വഴി ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ടിന് കുറച്ച് കയറിയിട്ട് നോക്കണം. അമ്പോ ഭയങ്കര സൗണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ആണോ എടുക്കുന്നത്? ഭയങ്കര വലിയ റിസ്ക്കാണ്. പേടിയാണ്. എന്തായാലും പോയി നോക്കാം. വഴിയില്ല ഇങ്ങോട്ട്. അല്ലേ വല്ല ഉരുൾപൊട്ടലും വല്ലതും വന്നു കഴിഞ്ഞാൽ തീർന്നു. എനിക്ക് അതാണ് പേടി. ഉരുൾപൊട്ടൽ വരാൻ ശരിയാണ്. ഇത് കണ്ട സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കണ്ടോ? ഭയങ്കര സൗണ്ട്. എന്തോ സൗണ്ട് കൂടി വരും. ഞാനൊരു വൻ റിസ്ക്കാണ് എടുക്കുന്നത്. അവിടം വരെ വഴിയുള്ളൂ കേട്ടോ. അതാണ് ഇങ്ങോട്ട് വണ്ടി വീഴാൻ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നടക്കാനുള്ള ഒരു ചെറിയ വഴിയുണ്ട്. അയ്യോ, വല്ല പാമ്പ വല്ലതും കാണുന്നുണ്ടോ? ഇങ്ങോട്ടൊന്നും വഴിയില്ല. എന്തോ ഇങ്ങോട്ട് പോകണോ? താഴോട്ട് വഴിയില്ല. ഞാൻ മേളോട്ടൊന്ന് കയറി നോക്കാം. കാണുമ്പോൾ വഴിയുള്ളതല്ലോ തോന്നും.
എനിക്ക് അറിയില്ല. നല്ല വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. ഇങ്ങനെ ഫുള്ള് പാറ. ഇവിടെ വല്ല ഉരുൾപൊട്ടൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർന്നു. അത് കണ്ടൊരു ഗുഹ, അവിടെ നിന്നാണെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം. എന്തോ അതൊക്കെ. എനിക്കറിയാൻ കഴിഞ്ഞൊരു പേടി പോലെ കയറാനും ഒരിത്. പേടി. ഇത് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മഴയും കൂടെ ആയതുകൊണ്ടാണ് പ്രശ്നം. എനിക്കെന്തോ ഒരു പേടി പോലെ. ഇങ്ങോട്ടൊന്നും ആരുമില്ല. ഇനി അങ്ങോട്ട് കയറണോ വേണ്ടേന്ന് പോലും അറിഞ്ഞില്ല. തിരിച്ചിറങ്ങാം, വെറുതെ ഇനി റിസ്ക് എടുക്കണ്ട. ഈ വാട്ടർഫോൾസിൻ്റെ സൗണ്ടും കൂടെ ഇങ്ങനെ കൂടി കൂടി വരുന്നത് കൊണ്ട് അങ്ങോട്ട് വഴിയുള്ള പോലെ ഉണ്ട്, പക്ഷേ തിരിച്ചു പോവാം, അതാ നല്ലത്. അതൊക്കെയാണ്. ഇവിടെ ഒരു വഴിയേ ഇല്ല. ഇവിടെ ഞാൻ ശരിയാവൂല, ഭയങ്കര നെഗറ്റീവ് അടിക്കണം. വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറയുന്നത് വാട്ടർഫോൾസ് കാണാനും ഇല്ല, എന്നാൽ നല്ല സൗണ്ടും ഉണ്ട്. മേളോട്ട് കയറിയാലാണോ കാണാൻ, ഇനി താഴോട്ട് പോകാം, ആ ഒരു വഴിയിൽ പോയാലാണോ കാണുന്നില്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോണം. സമയമില്ല, എനിക്ക് നല്ല വിശക്കുന്നു, വണ്ടിയിൽ പെട്രോളില്ല, എല്ലാം നെഗറ്റീവാണ്. താഴോട്ട് പോട്ടെ. വണ്ടിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഒന്നും കാണാനും പറ്റിയില്ല, കുറേ ദൂരം കയറ്റം കയറി വന്നു. വേറെ പെട്രോൾ വെച്ചായി. അങ്ങോട്ട് ഡബിൾ മൈൻഡാണ്. എൻ്റെ കാലിൽ കടിച്ചിട്ടുണ്ട്. ആണ്ടേ കടിച്ചിരിക്കണ അകത്ത് വെള്ളം കാണുമായിരിക്കും. ഈ സോപ്പ് കടിച്ചാൽ അറിയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും കടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ കയറി പോകരുത്. വിടാവോ തന്നെ. ഇവനെങ്ങനെ എടുത്ത് കളയും പറ്റും.
വിടറ എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ കൈ കയറിയിരിക്കും. എൻ്റെ കാലിൽ ഫുൾ അട്ടയെല്ലാം കടിച്ച്. നല്ലൊരു ഇര പോകും. ഓക്കെ, ഞാൻ അമ്മേരെ കൈ കടിക്കുന്നൊക്കെ രക്ഷപ്പെടട്ടെ. ബൈ. ഓക്കെ, എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നു. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കാണാം. പിന്നെ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാം. ഭയമല്ല, ഇനി പോകുന്ന വഴിക്ക് കാണാം. നമുക്ക് ഞാൻ ഒരു കിടില വ്യൂ കാണിച്ചു തരാം. കയറിപ്പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്താ വരുന്ന വഴിയിൽ നിർത്തി. ഇത് ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. ഇവിടെ അതിന് ചോറ് കഴിക്കാൻ പോകണം. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇനി കറിയൊക്കെ മറിഞ്ഞെന്നാണ് തോന്നുന്നു. കഴിക്കട്ടെ.